ഇമാമുന സഹീഹുൽ ബുഖാരിയുടെ മഹാനായ ഇമാമുന മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ബുഖാരി ഇമാം 16 വർഷം എടുത്തിട്ടാണ് സഹീഹുൽ ബുഖാരി ഉണ്ടാക്കിയത്. 16 കൊല്ലത്തെ അധ്വാനം. 17ാമത്തെ വയസ്സിലാണ് തുടങ്ങുന്നത് ഹദീസിന്റെ ക്രോഡീകരണം. അങ്ങനെ 17 കൊല്ലം എടുത്ത അധ്വാനമാണ് നമ്മൾ സഹീഹുൽ ബുഖാരി എന്ന ഹദീസ് എടുത്തിട്ട് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാർ. ഇമാമുന ബുഖാരി തങ്ങൾ 5 വയസ്സുള്ളപ്പോ ഇമാമുന ബുഖാരി തങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. കണ്ണിന്റെ കാഴ്ച പോയി. നല്ല കുട്ടിയായിരുന്നു. 5 വയസ്സായപ്പോ കണ്ണിന്റെ കാഴ്ച പോയി. സ്വന്തം പ്രിയപ്പെട്ട ഉമ്മയാണ് ദുആ ചെയ്തത്, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരാൻ തീരുമാനിച്ചു റബ്ബേ, എന്റെ കുഞ്ഞിന് കാഴ്ച കൊടുക്കണം, എന്റെ കുഞ്ഞിനെ പഠിപ്പിച്ച് വലിയൊരു ആലിമാക്കണം, എന്റെ കുഞ്ഞ് വളർന്നു വലുതായി വലിയൊരു പണ്ഡിതനായി വരണം റബ്ബേ, എന്റെ കുഞ്ഞിന്റെ കണ്ണിന്റെ കാഴ്ച നീ കൊടുക്കണമേ എന്ന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം തിരിച്ചു കിട്ടിയ മഹാനായ ഇമാമുന ബുഖാരി തങ്ങൾ. ഒരു ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നല്ലാഹു നമുക്ക് കാണിച്ചു തന്ന അനുഭവമാണ് ബുഖാരി ഇമാമിന്റേത്. കാഴ്ച പോയി, ഉമ്മയുടെ ദുആയാണ്. ഉമ്മ ദുആയിരുന്നു, അല്ലാഹു കൊടുത്തു. അങ്ങനെയാണ്. ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, ഉപ്പായുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ മക്കൾക്കെതിരായി നിങ്ങൾ ദുആ ചെയ്യരുത്, മക്കൾക്കെതിരായി ദുആ ചെയ്യരുത്. നബി ഞങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തദഉ അലാ അൻഫുസികും, നിങ്ങൾക്കെതിരായി ദുആ ചെയ്യരുത്. വലാ തദഉ അലാ അഹ്ലീകും, നിങ്ങളുടെ ഭാര്യ മക്കൾക്കെതിരായി നിങ്ങൾ ദുആ ചെയ്യരുത്. വലാ തദഉ അലാ ഔലാദികും, നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അവർക്കെതിരായി ദുആ ചെയ്തു പോവല്ലേ. വലാ തദഉ അലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തിനെതിരായും ദുആ ചെയ്യരുത്. നിങ്ങളുടെ സമ്പത്തിനെതിരായി, വീടിനെതിരായിട്ട് വാഹനം ബ്രേക്ക് ഡൗൺ ആയി, മൊബൈൽ വർക്ക് ചെയ്യണില്ല, ലക്ഷണം കെട്ട മൊബൈൽ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്ത് ചെയ്യാ? നിങ്ങളുടെ സമ്പത്തിനെതിരായി ദുആ ചെയ്യരുത്. ഞങ്ങൾ പറയുമായിരുന്നു നിങ്ങളുടെ വാഹനങ്ങൾക്കെതിരെ. അന്നത്തെ മൃഗങ്ങൾ അങ്ങനെയാ, മൃഗങ്ങൾ വാഹനങ്ങളാണെന്ന്. വാഹനങ്ങൾക്കെതിരായും ദുആ ചെയ്യരുത്. ലിഅല്ലാ തുവാഫിഖൂ മിനല്ലാഹി സാഅ ലാ യുസ്അലു ഫീഹാ അസാഅൻ ഇല്ലാ അസാബ്. ചില നേരങ്ങളിൽ അല്ലാഹുവിനോട് എന്ത് ചോദിക്കുന്നുവോ അത് അല്ലാഹു കൊടുത്തിരിക്കും.